പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുഖ്യപ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പനയൂർ സ്വദേശി വിനേഷിനെ മർദ്ദിക്കാൻ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിനിരയായി വെന്റിലേറ്ററിലായിരുന്ന വിനേഷിനെ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഐസിയുവിലേക്ക് മാറ്റി. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിനേഷ് കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിന്നീട് അക്രമത്തിൽ കലാശിച്ചത്. ഫേസ്ബുക്കിലൂടെ നിരന്തരം വിമർശിക്കുന്ന മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനേഷിനെ മർദ്ദിക്കണമെന്ന രാകേഷിന്റെ ഈ നിർദ്ദേശപ്രകാരമാണ് സംഘം യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. വാണിയംകുളത്തെ ബാറിന് സമീപത്ത് വെച്ച് മർദ്ദിച്ച ശേഷം വിനേഷിനെ സുഹൃത്തുക്കൾക്കൊപ്പം പ്രതികൾ പറഞ്ഞയച്ചു. പിന്നീട് പിന്തുടർന്ന് പനയൂരിൽ വെച്ച് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. ഇതിന് പ്രതികളെ പ്രേരിപ്പിച്ചതും രാകേഷാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ റിമാൻഡിലായ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് രാകേഷാണെന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത്. രാകേഷിനെ ഇതുവരെയും പിടികൂടാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. വിനേഷിന് മർദ്ദനം നേരിട്ട ശേഷവും മണിക്കൂറുകളോളം രാകേഷ് ഷൊർണൂരിൽ തന്നെ ഉണ്ടായിരുന്നതായി വിവരമുണ്ട്. എന്നാൽ രാകേഷ് ഒളിവിലാണെന്നും കണ്ടെത്താൻ തീവ്ര ശ്രമം നടക്കുന്നുവെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം പാർട്ടി അനുഭാവിയെ ക്രൂരമായി ആക്രമിച്ച ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ സംരക്ഷിക്കേണ്ട എന്ന നിലപാടാണ് സിപിഐഎമ്മിന്. അതിനിടെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിനേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. വെന്റിലേറ്ററിലായിരുന്ന വിനേഷിനെ നിലവിൽ ഐസിയുവിലേക്ക് മാറ്റിയിട്ടുണ്ട്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.